ആരുടെ കേരളത്തിൽ നിന്നുകൊണ്ട് മോദി സർക്കാരിനെ ഇങ്ങനെ വിമർശിക്കുന്നത്? ഞങ്ങളുടെ ആദ്യ ഭരണത്തിൽ 1000 ലക്ഷം കക്കൂസാണ് എടുത്തു കൊടുത്തത്. 10 കോടി ടോയ്ലറ്റാണ് ആദ്യ ഭരണകാലത്ത് കൊടുത്തത്. ഗൈസ്, നമ്മുടെ ചാനലിൽ ഏറ്റവും നല്ലോണം വൈറലായ വീഡിയോ ലസിത പാലക്കലിന്റെ വീഡിയോ ആയിരുന്നു. എനിക്ക് സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ആ ഒരു വീഡിയോ ഡിലീറ്റ് ആക്കേണ്ടി വന്നു. ഇപ്പോൾ നമ്മുടെ പേജിൽ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ട് നിൽക്കുന്ന വീഡിയോ നുസ്രത്ത് ജഹാന്റെ വീഡിയോ ആണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ട് വീഡിയോ വലിച്ചു നിട്ടാൻ എനിക്ക് യാതൊരുവിധ താല്പര്യമില്ല. അതുകൊണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. RSS എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവര് പാർട്ടിയല്ല. RSS പാർട്ടിയല്ല, അതൊരു സംഘടനയാണ്. BJP എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു സംഘടനയാണ്. അതേത് പൊട്ടനിക്ക് അറിയാത്തത്? അത് നിങ്ങൾ പറഞ്ഞിരുന്നോ? അതിൽ യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ ഉണ്ട് ഞാൻ കണ്ട RSS. യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ ഉള്ള ഒരു പാർട്ടിയാണ് RSS എന്നാണ് നമ്മുടെ നുസ്രത്ത് ജഹാൻ അമ്മച്ചി പറഞ്ഞിട്ടുള്ളത്. അമ്മച്ചി രണ്ടും ഒന്ന് തന്നെയല്ലേ? അങ്ങനെയല്ലേ? യുക്തിവാദിയും നിരീശ്വരവാദിയും ഒന്ന് തന്നെയല്ലേ? മനസ്സിലായോ? അവർക്കൊരു ഹിന്ദു എന്ന് പറഞ്ഞ ഒരു സംഗതി ഇല്ല. അവർക്ക് രാഷ്ട്രം എന്ന് പറയുന്ന ഒരു ബോധം മാത്രമേ ഞാൻ കണ്ട വലിയ വലിയ RSSകാരിലുള്ളൂ. എന്നിട്ടാണോ ഈ RSSകാര് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ ഹിന്ദുത്വ രാജ്യമാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്? പറയുന്നതിനൊക്കെ ഒരു ലിമിറ്റും ഒക്കെ നുസ്രത്ത് ജഹാൻ അമ്മച്ചി പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്ക്. ഈ RSSകാരുടെ അജണ്ട തന്നെ ഹിന്ദുത്വ രാഷ്ട്രം. അതാണ്. നിങ്ങളെപ്പോലെ കുറച്ച് സംഖ്യ മാത്രം വരുന്ന മറ്റുള്ള മതക്കാരെ വിചാരിച്ചിട്ട് അതിന് ഒരു ഇടങ്കോലിടാനൊന്നും പറ്റൂല. കാരണം അത് അവർ നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതാണ് RSSന്റെ അജണ്ട. RSSകാർ ഈ ഒരു അജണ്ട, അതായത് ഹിന്ദുത്വ രാഷ്ട്രം എന്ന് പറയുന്ന ഈ ഒരു അജണ്ട നടപ്പിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് മറ്റുള്ള മതക്കാർക്കല്ല. മറ്റുള്ള മതക്കാർക്ക് അവരുടെ വിശ്വാസമായിട്ട് ജീവിച്ചു പോകും. ഹിന്ദുക്കളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. താഴ്ന്ന ജാതി, മീഡിയം ജാതി, ഉയർന്ന ജാതി, ഇതല്ലേ നിങ്ങളുടെ കാറ്റഗറിയിലുള്ള പൊലിനും നായര്, നമ്പൂരി ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ തന്നെ ഉണ്ടല്ലോ ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ. അവരാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത്. ഇവിടെ പണ്ടത്തെ പോലെ തന്നെ ആയിരിക്കും. അവരെ കാണുമ്പോൾ മുണ്ടായിച്ചിട അയ്യ നിയമമൊക്കെ വരാൻ പോകുന്നുണ്ട്. എന്തായാലും ഹിന്ദുത്വ രാഷ്ട്രം ആക്കട്ടെ, അത് തന്നെയാണ് എന്റെ ആവശ്യം. RSS അജണ്ട RSSനെതിരെയാണ് ഹിന്ദു, RSSനെതിരെയാണ് ഹിന്ദുക്കൾ എന്നാണ് നുസ്രത്ത് ജഹാൻ അമ്മച്ചി പറഞ്ഞിട്ടുള്ളത്. ഇത് സത്യമാണോ? എന്നിട്ടാണ് കുറെ മണ്ടന്മാരെ RSSൽ ഇങ്ങനെ ഉരുണ്ടിട്ട് തിരിഞ്ഞ് കളിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നുസ്രത്ത് ജഹാൻ അമ്മച്ചി തന്നെ നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ പറയുന്നു RSSനെതിരെയാണ് ഹിന്ദുക്കളെന്ന്. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ ഞാൻ അടക്കുന്ന ഹിന്ദുക്കളെയാണ്. ആന്താടാ പറഞ്ഞത് നുസ്രത്ത് ജഹാൻ അമ്മച്ചി പറഞ്ഞത് തെറ്റിപ്പോയിക്കുന്നില്ലല്ലോ. ഒന്നുകൂടി വെച്ചത് ഭാരതത്തിലെ ഞാൻ അടക്കുന്ന ഹിന്ദുക്കളെയാണ്, ഞാനടക്കമുള്ള ഹിന്ദുക്കളെയാണ് പറഞ്ഞത്. കേട്ടല്ലോ? നുസ്രത്ത് ജഹാൻ അമ്മച്ചി സമ്മതിച്ചിരിക്കുകയാണ് ഞാൻ ഹിന്ദു ആണെന്ന്. ഇനി നിങ്ങൾക്ക് എന്തിനാടാ മുസ്ലിങ്ങളെ കുരുവട്ടുന്നത്? നിങ്ങളെ മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലോട്ട് പോയ ആളുകളെ കാണുമ്പോൾ നിങ്ങൾക്ക് കുരുവട്ടോ? അതിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ പറഞ്ഞ പടച്ചോൻ ഏറ്റവും വലുതെന്ന്. ആ പടച്ചോനെ ലംഘിച്ചിട്ട് മറ്റേ മതത്തിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ പടച്ചോനും നുസ്രത്ത് ജഹാനും തമ്മിലായിക്കോട്ടെ, അവര് മറ്റേ മതത്തിൽ പോയി എന്ന് പറഞ്ഞിട്ട് അവരെ ആക്രമിക്കുന്നത് തെറ്റല്ലേ? തെറ്റാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഏത് മതത്തിലോട്ട് പോകാനും ഏതൊരു വ്യക്തിക്കും അവകാശമുണ്ട്. അതെല്ലാവരും മനസ്സിലാക്കുക. അവരുടെ വിശ്വാസം ഇപ്പോൾ ഹിന്ദുക്കളുമായിട്ടാണ്. അവരങ്ങനെ തന്നെ ജീവിക്കട്ടെ എന്നാണ് എന്റെ അഭിപ്രായം. മുസ്ലിം ലീഗിന്റെ MP-മാർക്ക് മാത്രം അത്ര ബേജാറ്, വേറെ ആർക്കും ഇതിന് ബേജാറില്ലല്ലോ. ഈ മുസ്ലിം ലീഗിന്റെ MP-മാർക്ക് ബേജാറെന്ന് വേറൊന്നുമല്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയിൽ കുറെ മണ്ടന്മാരുണ്ട്. അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഈ MP-മാരും MLA-മാരും ഒക്കെ പല പല തരികളെയും കാണിക്കും. ഇതൊന്നും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കുറെ പൊട്ടന്മാരുണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയിൽ. നിങ്ങൾ മുസ്ലിം ലീഗിന്റെ അജണ്ട ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതിയെ. മുസ്ലിം ലീഗ് ഉണ്ടല്ലോ, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ആൾക്കാർക്ക് ഓരോ സ്ഥാനം കൊടുക്കും. പിന്നെ അവരെന്താക്കും? അവർ തന്നെ ഭയങ്കര ആളെന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗിന്റെ ഓരോ പോസ്റ്ററൊക്കെ ഇങ്ങനെ ഒട്ടിക്കും. അതല്ലേ ഞാൻ പറഞ്ഞത്? എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ഭാര്യ മക്കളായിട്ട് ജീവിക്കുക, ഇതൊന്നും ഈ നടക്കൂല. പെണ്ണ് കെട്ടലാണ് ഏറ്റവും വലിയ പ്രശ്നം. പെണ്ണ് കെട്ടൽ ഏറ്റവും വലിയ പ്രശ്നോ? ഗൈസ്, പറഞ്ഞത് കേട്ടോ? എന്നെ പോലെയുള്ള യുവാക്കളുടെ നെഞ്ചത്തടിക്കുന്ന വാക്കാണ് നുസ്രത്ത് ജഹാൻ അമ്മച്ചി പറഞ്ഞിട്ടുള്ളത്. അമ്മച്ചി പെണ്ണെട്ടുന്ന അത്ര വലിയ തെറ്റാണോ? പെണ്ണെട്ടുന്ന അത്രയും വലിയ തെറ്റാന്നാണ് പറഞ്ഞത്. ആന്താടാ പെണ്ണ് പറഞ്ഞത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങളെ പോലെയുള്ള പാവങ്ങളൊന്നും പെണ്ണ് കെട്ടണ്ടേ? നുസ്രത്ത് ജഹാൻ അമ്മച്ചി അതൊന്നല്ലാടെ പറഞ്ഞത്. ഒരാള് 2 പെണ്ണും 3 പെണ്ണൊക്കെ കെട്ടുന്നതിനെ കുറിച്ചാണ് അമ്മച്ചി പറഞ്ഞിട്ടുള്ളത്. അതിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല. അത് ഓടി നടന്ന് കല്യാണം കഴിച്ച ആളൊക്കെ എനിക്കറിയാം. അതായത് എവിടെയൊക്കെ പോയിട്ടുണ്ട് അവിടെയൊക്കെ പെണ്ണ് കെട്ടിയ ആളൊക്കെ എനിക്കറിയാം. അതേപോലെ ഇനി നടക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ഇത്. ആ പെണ്ണ് കെട്ടെല്ലാം നിർത്തിക്കാൻ തന്നെയാണ് ഇത് ഞങ്ങളൊക്കെ വരണം എന്നും തന്നെ പറയണത്. ഈ 2 പെണ്ണും 3 പെണ്ണൊക്കെ കെട്ടുന്നത് നിർത്തിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഒന്നും നോക്കണ്ട, കോട്ട് വോട്ട് പൂജപ്പിയെ ജയിപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനത്തെ നിയമം ഇവിടെ നടപ്പാക്കുന്നതാണ് പറയുന്നത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പൂജപ്പിക്കാൻ വോട്ട് ചെയ്യുന്നുള്ളൂ ഇപ്രാവശ്യം, ഉറപ്പിച്ച്. വളരെ സന്തോഷമുള്ളൂ, നടക്കിലാട്ടെ. വളരെ സന്തോഷമുള്ളൂ, നടക്കിലാട്ടെ. ആന്താടാ പറഞ്ഞ പെണ്ണ്? നടക്കിലാട്ടെ എന്നല്ല, നടപ്പിലാകട്ടെ. അങ്ങനെ പറ. ഇതേതല്ല ബംഗാൾ നാട്ടെ ഇവിടെ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നടക്കിലാട്ടെ. നാന്താടാ പറഞ്ഞതോള്. നമസ്കാരം, ഞാൻ നുസ്രത്ത് ജഹാൻ. പേര് മാത്രമേ നുസ്രത്ത് ജഹാൻ എന്നുള്ളൂ, മതം വേറെതാണ്. ഹിന്ദുക്കളെയാണ്. എനിക്ക് ഒറ്റ ആവശ്യം മാത്രമേ ഉള്ളൂ. നുസ്രത്ത് ജഹാൻ എന്നുള്ള പേര് മാറ്റിയിട്ട് വല്ല രമണിയോ സീതയോ ലസിതയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരിടണം എന്നാണ് എന്റെ ആവശ്യം. അതൊന്ന് നിറവേറ്റി തരണം. കാരണം വേറൊന്നല്ല, നിങ്ങളുടെ മതം മാറിയതാണ്. അപ്പം മതം മാറുമ്പോൾ പേര് കൂടി മാറുന്നത് നല്ലതാണ്. ഇന്ത്യയിൽ ജനിച്ചവരൊക്കെ ഹിന്ദുക്കളാണ്, നിങ്ങളത് സമ്മതിക്കൂലായിരിക്കും. ഇന്ത്യയിൽ ജനിച്ച എല്ലാവരും ഹിന്ദുക്കൾ എന്നാണെന്നാണ് നുസ്രത്ത് ജഹാൻ പറയുന്നത്. നുസ്രത്ത് ജഹാൻ അമ്മച്ചി ഞാൻ അത് ഒരിക്കലും സമ്മതിച്ചു തരില്ല. കാരണം വേറൊന്നുമല്ല, ഈ ലോകത്ത് എവിടെ ജനിച്ചതാണെങ്കിലും, അതായത് സൗദി അറേബ്യയിൽ ജനിച്ചാണെങ്കിലും റഷ്യയിൽ ജനിച്ചാണെങ്കിലും അമേരിക്കയിൽ ജനിച്ചാണെങ്കിലും അതൊക്കെ മനുഷ്യരാണ്. നിങ്ങൾ ഉണ്ടാക്കി മതം. ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഒരു കുട്ടി ഇപ്പോൾ ജനിക്കുന്നു. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും മുസ്ലിമാണ്. അതേപോലെ തന്നെ മറ്റൊരു കുട്ടി ജനിക്കുന്നു. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും മതത്തിൽ വിശ്വസിക്കുന്നില്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ ഫസ്റ്റ് ജനിച്ച കുട്ടി മുസ്ലിമായിട്ട് ജീവിക്കും, സെക്കൻഡ് ജനിച്ച കുട്ടിയോ മതമൊന്നും ഇല്ലാതെ ജീവിക്കും. ഇതൊന്ന് ചിന്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മളൊക്കെ ഹിന്ദുക്കളാണോ അതോ മനുഷ്യരാണോ
അല്ലെങ്കിൽ വേറെ വല്ലതും ആണോ? ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്ക്. വെറുതെ ഹിന്ദുക്കളെ ആന്ന് പറയല്ലേ, എല്ലാവരും ഹിന്ദുക്കൾ എങ്ങനെ ആവാന്? ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും താഴെ കടയിലുള്ള ആൾക്കാരിൽ തൊട്ടാണ് മോദി വർക്ക് തുടങ്ങിയത്. പിന്നെ പിന്നെ ഇതിന്റെ ഒക്കെ കളി കാണുമ്പോ തന്നെ ചിരി വരും ഗൈസ്. സംസാരിക്കുമ്പോ പല പല സൗണ്ടും ഉണ്ടാക്കും ഇതേപോലത്തെ സംഘടനകളൊക്കെ. 10 കോടി ടോയ്ലറ്റാണ് ആദ്യ ഭരണകാലത്ത് കൊടുത്തത്. അല്ല, നമ്മുടെ മലയാളികളുടെ ഇടയിൽ കക്കൂസ് ഇല്ലാത്ത വീട് വളരെ ചുരുക്കമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയല്ല നോർത്ത് ഇന്ത്യക്കാരുടെ ഇടയിൽ. നോർത്ത് ഇന്ത്യക്കാർ കക്കൂസ് തൂറാറില്ല. അവരുടെ പണി തന്നെ രാവിലെ ഒരു മൊന്തയിൽ നിറച്ചും വെള്ളം എടുത്ത് ഇതേപോലത്തെ ഏതെങ്കിലും കുറ്റിക്കാട്ടി പോയിട്ട് മുക്കി തൂറാറാണ് പതിവ്. അങ്ങനെയുള്ള ബംഗാളികൾക്ക് കക്കൂസ് എടുത്തു കൊടുത്തതിൽ ഞാനൊരു കുറ്റവും പറയില്ല. പക്ഷെ അത് മോദിയുടെ കൈവാണെന്ന് പറഞ്ഞുകൊണ്ട് മോദിയെ പൊക്കി കാണിക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും പറയും, ഇത് മോദിയുടെതും BJPയുടെയും തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഇവർക്കൊക്കെ കക്കൂസ് എടുത്ത് കൊടുക്കുന്നത്. ഞങ്ങളെ കയ്യിൽ നിന്ന് പീയുന്ന പൈസ അല്ലേ ഇത്? അതെ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എത്ര ടാക്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്? എന്തൊക്കെ ടാക്സ്? നമ്മളൊക്കെ സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് പീഞ്ഞിട്ട് ബംഗാളികൾക്ക് കക്കൂസ് എടുത്ത് കൊടുത്ത ടീംസാണ് ഇവർ. ഇവരൊക്കെ പറയുന്നത് എന്ത് കേൾക്കാനാണെന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ കക്കൂസ് എന്ന് പറഞ്ഞ് കളിയാക്കും. അതില്ലെങ്കിൽ അറിയാം, കേരളത്തിൽ ഇതുണ്ടായ നിങ്ങൾ ഗൾഫ് നാട്ടിൽ പോയി കൊണ്ടുവന്നുകൊണ്ട്. കേരളത്തിലെ കക്കൂസ് ഗൾഫിൽ പോയിട്ട് കൊണ്ടുവന്ന ഉദ്ദേശിച്ചു വരുന്നല്ലടാ. നമുക്ക് കുറെ പ്രവാസികളില്ലേ, ആ പ്രവാസികൾ പൈസ അയച്ചത് കൊണ്ട് നമുക്ക് കക്കൂസായി, അതാണ് ഉദ്ദേശിച്ചു വന്നത്. അല്ലാതെ പ്രവാസികൾ ഗൾഫിൽ പോയിട്ട് കക്കൂസ് കൊണ്ടുവന്നതല്ല. കേരളം സമ്പന്നമാണ്. വേറെ ഏത് സ്റ്റേറ്റിലുള്ള കോൺഗ്രസ് വെച്ച സ്റ്റേറ്റിൽ എവിടെയുള്ള? UPയിലൊക്കെ ഇപ്പൊ ഞാൻ കണ്ടു. UPയിലോട്ട് പോയപ്പോ ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. എന്ത് മുക്കി തൂർന്നതാ? എന്താണ് കണ്ടത്? UPയിലോട്ട് പോയപ്പോ നേരിട്ട് കണ്ടു എന്നാണ് നുസ്രത്ത് ജഹാൻ അമ്മച്ചി പറഞ്ഞത്. മുക്കി തൂർന്നത് കണ്ടിട്ടുണ്ടോ അമ്മച്ചി? ഡെവലപ്പായി വരുന്നേ ഉള്ളൂ UP പോലത്തെ സ്ഥലങ്ങള്. ഈ UPനെ ഇങ്ങനെ കുറ്റം പറയാൻ മാത്രം നമ്മൾ UPക്കാരൻ അത്രയും മോശക്കാരാ? നമ്മളാരാ ഭരിക്കുന്നതാരാ? ഞങ്ങളാരാ ഭരിക്കുന്നത്? യോഗിജി അല്ലേ? യോഗിജി ഭരിക്കുന്ന UPയെ കുറിച്ചാണ് ഇവർ കുറ്റം പറഞ്ഞിട്ടുള്ളത്. സംഘികളെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. നുസ്രത്ത് ജഹാനെ അറ്റാക്കാണ് ഇപ്പൊ തന്നെ പോയിട്ട്. ആ പെണ്ണ് കെട്ടെല്ലാം നിർത്തിക്കാൻ തന്നെയാണ് ഇത് ഞങ്ങളൊക്കെ വരണം എന്നും തന്നെ പറയണത്. നിങ്ങൾ ഒരു പെണ്ണ് കെട്ടിക്കലും നിർത്തൂല. എന്നെ പോലെയുള്ള ബാച്ചിലേഴ്സിനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കൂല എന്നാണ് അമ്മച്ചി പറഞ്ഞുകൊണ്ട് വരുന്നത്. സത്യസന്ധമായിട്ടാണ് പറയുന്നത്. എനിക്കൊക്കെ കഴിവുണ്ടെങ്കിൽ, പൈസയും പദവിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ 4-5 കെട്ടിക്കളയും, ഉറപ്പായിട്ട് കെട്ടും. നിങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെ കെട്ടിയിട്ട് കാണിച്ചു തരും. ഈ രാജ്യത്ത് ചിലപ്പോൾ അധ്വാനിച്ച് ജീവിക്കേണ്ടി വരുമായിരിക്കും, അതൊക്കെ ശരി. പക്ഷെ രാജ്യം തന്നെ, നമ്മൾ ജീവിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യം. അങ്ങനെ പറ, നമ്മൾ ജീവിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ്. അങ്ങനെ വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ തന്നെ ഇവിടെയുള്ള പകുതി പ്രശ്നം ഇല്ലാതെയാവും. നമ്മുടെ താമസിക്കുന്ന രാജ്യത്ത് മറ്റുള്ള മതക്കാർ താമസിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ടല്ലേ ഇവിടെ കലാപുണ്ടാകുന്നത്. അതൊന്നും മനസ്സിലാക്കില്ല പൊട്ടന്മാരും. നമ്മളെ രാജ്യത്തിന്റെ കൾച്ചർ ഉയർത്തിപ്പിടിച്ചു പോകുന്ന ഒരു ഗവൺമെന്റ് വന്നത് കൊണ്ട് തന്നെയാണ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണത്. അല്ലാടാ, ഞാനൊക്കെ മോദിജി സർക്കാരിനെ ഇങ്ങനെ വിമർശിക്കുന്ന വേറൊന്നുമല്ല. ഇവിടെ ഇപ്പൊ ടാക്സ് കയറിയ കയറ്റം കണ്ടിട്ടുണ്ടോ? പെട്രോളിന് എത്രയായിരുന്നു? 50 രൂപയ്ക്ക് തരുന്നു പറഞ്ഞു, 25 രൂപയ്ക്ക് ഡീസൽ ഇരുന്ന് പറഞ്ഞു. ഇതൊന്നും തന്നില്ല. അതിനൊക്കെ വില കൂട്ടിക്കൊണ്ടുപോയി, ഗ്യാസിന് വില കൂട്ടിക്കൊണ്ടുപോയി. ഇതൊക്കെ കണ്ടിട്ട് നമ്മളെങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യാൻ? ആരെങ്കിലും ബുദ്ധി വിവരമുള്ള ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ? ഇനിയെങ്കിലും മുസ്ലിം പെണ്ണുങ്ങളും ഈ മനസ്സിലാക്കുന്ന ഇവര് വെറുതെ വർഗീയത പറഞ്ഞുണ്ടാക്കുന്ന നല്ല കാര്യങ്ങൾ പെണ്ണുങ്ങൾക്ക്, കുട്ടികൾക്ക്, രാജ്യത്തിന് ഇത്രയും നല്ല വർക്ക് ചെയ്ത ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല. ഇല്ല, ഇത്രയും മനോഹരമായിട്ട് ഭരണം കാഴ്ചവെച്ച ഒരു പ്രധാനമന്ത്രി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുകയില്ല, ഇനി ഉണ്ടാവാനും പാടില്ല. അതാണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം. കിട്ടില്ല മുദ്ര ലോണ്, പിന്നെ സെൽഫ് എംപ്ലോയ്മെന്റ്, ഒരുപാട് കാര്യങ്ങള്. മുദ്ര ലോണ്, സെൽഫ് എംപ്ലോയ്മെന്റ്, ബാക്കി ഒരുപാടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഉരുളാണ് അവിടെ നിന്നിട്ട്. വേറെ ഒന്നും പറയാനില്ല. വേറെ എല്ലാത്തിനും അതേപോലെ മുദ്ര ലോൺ എന്നെല്ലാം പറയുന്നുണ്ട്. ഇതിന് നല്ല രീതിയിൽ തന്നെ പലിശയുണ്ട്. അതേപോലെ തന്നെ സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നുണ്ട്. അതും വലിയ ഗുണമൊന്നും ഇല്ലാത്ത സംഭവമാണ്. പിന്നെ എല്ലാം കയറ്റി കൊണ്ടുപോയതാണ്, ഒന്നും താത്തി കൊണ്ടുവന്നിട്ടില്ല. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എല്ലാത്തിനും കൂടിപ്പോയതല്ലേ. എന്തിനാണ് വില കുറഞ്ഞത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മോദി സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം എന്തിനെങ്കിലും വില കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും കുറഞ്ഞിട്ടില്ല. എല്ലാത്തിനും കൂടിയതാണ്. ടാക്സ് ഒക്കെ ഡബിളാക്കി, GST വന്ന്, അങ്ങനെ പലതും നമ്മുടെയൊക്കെ സാധാരണക്കാരെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റും അതൊക്കെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ഒക്കെ കിട്ടുന്ന ആ കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഈ ഗവൺമെന്റ് പറയാറുള്ളൂ. കിട്ടുന്നതേ പറയാറുള്ളൂ. അത് സത്യം തന്നെയാണ്. നുസ്രത്ത് ജഹാൻ അമ്മച്ചി പറഞ്ഞത് സത്യം തന്നെയാണ്. അത് പക്ഷേ BJP സർക്കാരല്ല, അത് CPMന്റെ സർക്കാരാണ്. ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിരിക്കും. BJPക്കാർ ചെയ്യുന്നു പറയും, ഏതെങ്കിലും ഒരു കാലം വന്നിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അങ്ങ് പോകും. പൂർണ്ണമാക്കൂല. സർക്കാർ എന്ന് വെച്ചാൽ അത് CPM ആണ്. അടിപൊളി. സോ UCC ഷുഡ് കം. എത്ര കരഞ്ഞിട്ട് കാര്യമില്ല, പെണ്ണുകെട്ടെല്ലാം അവസാനിപ്പിക്കുക. അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതാണ് പെണ്ണൊക്കെ കുറെ കെട്ടണമെന്ന്. അതെങ്ങനെ നോക്കിയാലും ഒരാൾക്ക് ഒരു പെണ്ണെന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ പെണ്ണ് കുറവാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഓടി നടന്ന് പെണ്ണെട്ടാതെ ഒരാളെ തന്നെ നല്ല രീതിയിൽ നോക്കാൻ വേണ്ടി ശ്രമിക്കും. നുസ്രത്ത് ജഹാൻ അമ്മച്ചി പറഞ്ഞതാണ് കറക്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ.